ഹലോ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും എത്തി നിങ്ങളുടെ സതി ചേച്ചി കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തൊഴിലുറപ്പിന് പോയില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ച ഒരു വ്ളോഗ് പിടിക്കാന്ന്. വാട്ട് ഈസ് ഇൻ മൈ ബാഗ്, അതാ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അത് പിടിക്കാന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ എടുത്ത് ഇട്ടല്ല കേട്ടോ. അത് നിങ്ങൾ വിചാരിക്കല്ലേ ഞാനിത് കിടക്കുന്ന സാധനങ്ങളായത്. എൻ്റെ ബാഗ് കീറിപ്പോയി. അപ്പോൾ പുതിയൊരു ബാഗ് ചന്തയിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെങ്കിൽ എന്തുവാ ബാഗിലുള്ളതെന്ന് നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ച് കേട്ടോ. ഇന്ന് അതിൻ്റെ എൻ്റെ വ്ളോഗ്. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലിന് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരൂ. ഈ ചേച്ചിയുടെ ചാനൽ ഒന്ന് വിജയിച്ചോട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് ഒരു കാര്യം പറന്നുപോയി. എൻ്റെ ക്യാമറ പിടിച്ചിരുന്ന് നമ്മുടെ രാജമ്മയുടെ, നമ്മുടെ കുടുംബശ്രീയിലെ രാജമ്മയുടെ മോളില്ലേ ഗീതൂട്ടി, അവളാണ്ട് ഇന്നലെ അവരുടെ വീട്ടിൽ കറവക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്തോ പറയാന്. ഞാൻ ഇവക്കടെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാന്ന് പറഞ്ഞ് അവിടെ വീട്ടിൽ ചോദിക്കാൻ ചെന്നപ്പോൾ, അവിടെ കാര്യങ്ങൾ ചോദിക്കാൻ ചെന്നപ്പോഴാ അറിയുന്നത് അവിടെ കറവയ്ക്ക് വന്നവർ ഒളിച്ചോടിപ്പോയി. അവൾക്ക് 22 വയസ്സ്, 1 മാസം തികയാൻ 2 ദിവസം ഇരിക്കുന്നതിന് മുമ്പ് അവൾ ഇറങ്ങിപ്പോയി. എന്തോ പറയാന്. ഒന്നും പറയാനില്ല ഇനി. അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ ക്യാമറാമാൻ വന്നിരിക്കുന്നത് നമ്മുടെ സതീശൻ്റെ ഭാര്യ ലതയ എൻ്റെ ഓടി. അവളാണ് ഇപ്പം എൻ്റെ ക്യാമറാമാൻ പിടിച്ചിരിക്കുന്നത്. അപ്പം എടി നിനക്ക് 2 നമ്പർ ഇല്ലയോടി? അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അവൾ ഡിസ്ക്രിപ്ഷനിൽ അവൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. അവിടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. പക്ഷേ അവിടെ ഭർത്താവ് സതീശ നോക്കത്തില്ലെന്ന്. നിങ്ങൾ ആരെങ്കിലും അവളെ 2ാം കെട്ട് ഇട്ടെങ്കിൽ ഒരു കുട്ടി ഫ്രീ. അങ്ങനെ വേണമെങ്കിലും എടുക്കാം, എപ്പോൾ വേണമെങ്കിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ കൊച്ചിനെ എടുക്കാം കേട്ടോ. അപ്പോൾ രാത്രി വിളിക്കല്ലേ, രാത്രി സതീശെ കാണും, പകലക്കാടെ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഞാൻ അവിടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇന്ന് നമ്മുടെ ബാഗിൽ എന്തുവാണെന്ന് നോക്കാം. ആദ്യം എൻ്റെ ബാഗിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ. ഇതാണെങ്കിൽ ഇപ്പം നമ്മൾ തൊഴിലുറപ്പിനൊന്നും പോകുന്നില്ലല്ലോ കൊച്ചുങ്ങളെ, വല്ലപ്പോഴൊക്കെ പോകത്തുള്ളൂ. അപ്പം ഇതാണെങ്കിൽ വ്ളോഗ് പിടിക്കാനും കൊണ്ട് വാങ്ങിച്ചതാണ്. നമ്മുടെ ഇല്ലേ കടയിൽ നിന്ന് മേടിച്ചതാ, ഇല്ലേ പാർവതിയുടെ കടയിൽ നിന്ന് മേടിച്ചതാ. 10-250 രൂപയുള്ളൂ. ഇത് സ്റ്റാൻഡ് കേട്ടോ. അതാദ്യമേ അത് കാണിച്ചത്, വലിയ വിലയൊന്നുമില്ല. പിന്നെ വന്നിട്ടുള്ളത് പിന്നെന്തുവാ, ഇനി എനിക്കൊരു സങ്കടമായ കാര്യം പറയാനുണ്ട്. ഈ ഗ്ലാസ് ഞാൻ എൻ്റെ ചാച്ചനുണ്ടല്ലോ, എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയപ്പോഴേ പുള്ളിക്കാരൻ ചായ കുടിക്കുന്ന ഗ്ലാസ്സായി. ഇത് ഞാൻ കൂടെ കൊണ്ട് നടക്കും, ഞാൻ കളയത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ കൂടെ കൊണ്ട് നടക്കുക. അപ്പോൾ എന്തുവാടി വീരവൃത്തി, എന്തുവാടി ഒരു പറയുന്നത് പെണ്ണുങ്ങളെ? സമാധി. അപ്പം എൻ്റെ ചാച്ച സമാധിയായപ്പം ഈ ഗ്ലാസ് അവിടെ ഇരിപ്പായിപ്പോയി, ആരും എടുക്കുന്നില്ല. അപ്പം ഇത് ഞാനെടുത്ത് ചായ കുടിക്കാം. അപ്പം ഇതെന്തു ചെയ്യുക, ഇതാ എൻ്റെ ചായ കുടിക്കുന്നത്. ഞാൻ കുടിക്കത്തൊന്നുമില്ല, എൻ്റെ കൂടെ കൊണ്ട് നടക്കും ഓർമ്മയ്ക്കായിട്ട്. ഇപ്പോഴും എനിക്ക് ദുഃഖമേ ഉള്ളൂ. അതാ ഇത്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ക്രീം. ഈ ക്രീം എൻ്റെ കൈയും കാലും എല്ലാം പൊരിഞ്ഞിരിക്കുമോ കൊച്ചുങ്ങൾ, എന്തോ പറയാനെല്ലാം കൈയും കാലും എല്ലാം പൊരിഞ്ഞിരിക്കും. അപ്പം ഈ ക്രീം തേക്കുക. നമ്മുടെ ചന്ദ്രിയുടെ മോനുണ്ടല്ലോ ബിജുക്കുട്ടൻ, അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ക്രീമാണ്. അപ്പം ഡെഡിക്കേറ്റഡ് ടു ബിജുക്കുട്ടൻ, അവന് വേണ്ടി അവൻ കൊണ്ടുതന്ന ക്രീമാണ്. നല്ല മണമുണ്ട്. ദുബായിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ല മണം കാണത്തില്ല. അതൊക്കെ കയ്യെ വരി തേക്കാനോ കൊച്ചുങ്ങൾ. ഇനി അടുത്തത് വന്നിട്ട് പൗഡർ. ഇത് വലിയ പൗഡർ. അതിൻ്റെ ബാഗിൽ, ഈ ബാഗിൽ നിറയും. അപ്പോൾ ഇത് ഒരു പൗഡർ എൻ്റെ മുഖത്ത് എപ്പോഴും ഇടാനാ കേട്ടോ. അതായത് പൗഡർ. പിന്നെ അടുത്തത് വന്നിട്ട് ചീപ്പാ കൊച്ചുങ്ങളെ, ചീപ്പാ ഗൈസ്. അപ്പം ഇത് ഞാൻ തലയിപ്പിട്ട് കഴുകിയില്ല കേട്ടോ. അതാ ഈ കളറ്. പിന്നെ പേന, 5 രൂപയുടെ പേനയാണ്. നമുക്ക് തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കാണും, ആരെങ്കിലും നമ്മുടെ അടുത്ത് ഓട്ടോഗ്രാഫ് ചോദിക്കുമെന്നെങ്കിൽ കൊടുക്കണ്ടേ. നമ്മൾ ഈ വ്ളോഗിലൊക്കെ ഉള്ളതാന്നേ.
കുറച്ച് പേരെങ്കിലും കാണുന്നതാണ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് അവർ നമ്മുടെ അടുത്തൊരു ഓട്ടോഗ്രാഫ് വെച്ച് എഴുതി കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയായത്. പിന്നെ വന്നത് ലിപ്സ്റ്റിക്കാണ്. ഞാൻ തൊഴിലുറപ്പിന് പോകുമ്പോഴൊന്നും എടുത്തില്ല. പെണ്ണുങ്ങൾ പറയും ഞാൻ തൊഴിലുറപ്പിന് വരുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് വരുമെന്ന്. ഞാൻ ഇടത്തില്ല. വലിയ വലിയ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഇടാനുള്ളതാണ് ലിപ്സ്റ്റിക്ക് കേട്ടാ. അടുത്തത് വിക്സ്. ഇത് എൻ്റെ നാത്തൂൻ്റെ മോളല്ലേ, എൻ്റെ വഹയിലെ നാത്തൂൻ്റെ മോളാണ്. അവൾ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ വിക്സ്. ഇപ്പം വരുന്ന അല്ല വിക്സ് അല്ലയോ കൊണ്ടുവരുന്നത്. അവൾ ഇത്രയും എൻ്റെ നാത്തൂൻ്റെ മോക്കട അമ്മാവൻ്റെ മോളാ അവൾ. എന്നിട്ട് അവളൊരു വിക്സാ എനിക്ക് കൊണ്ട് തന്നത്. എന്തോ പറയാനാ. ഇനിയിപ്പോൾ അത് തന്നത് മേടിക്കാം. അടുത്തത് കാണിക്കാം. എന്തുവാടി നിൻ്റെ ബാഗാണോ? ഞാനേ അവിടെ ബാഗ് ഇങ്ങോട്ട് അടിച്ചു. നീ ഓടി അവിടുന്ന്. പിന്നെ ഞാൻ ഇതൊന്ന് പിടിക്കട്ടടി എൻ്റെ വ്ളോഗ്. ഞാൻ തരാമെന്ന് പറഞ്ഞില്ലയോ. പിന്നെ നീ വന്നിടന്ന് ചലിക്കുന്നത് എന്തിനാടി? ഞാൻ തരാടി ഇതിന്. എൻ്റെ ബാഗ് ഒന്ന് കാണിച്ചോട്ടടി എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ എൻ്റെ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെ വാട്ടീസിനും ബാഗ് കാണിക്കാനല്ലയോ എടുത്തത്. എന്നാ നാണ്ടടിക്കുന്നു. എന്നാ കൊണ്ടുപോകും. എൻ്റെ സാധനങ്ങൾ ആയിരിക്കും. കൊണ്ടുപോകും. ഇത് ഞാൻ തരത്തില്ല. ഇത് എൻ്റെ സാധനം. എന്നാ കൊണ്ടുപോകും. എടി വെച്ച അവിടെ എനിക്ക് ഇതാണ്ട് ഇതാ രമേശൻ്റെ ബാഗ്. അപ്പ ഇതും കൂടെ അങ്ങ് കൊടുത്തേരേ കേട്ടോ. അപ്പം എൻ്റെ മക്കളുമാരെ അത് അവൾ കൊണ്ടുപോയത് എൻ്റെ ബാഗ് കീറിപ്പോയി. അപ്പോൾ അവിടെ ബാഗ് ഒന്ന് ചോദിച്ചത് അതിന് അവൾ വാങ്ങിച്ചുകൊണ്ട് പോയി. നിങ്ങളൊന്നും വിചാരിക്കല്ലേ. അപ്പോൾ എൻ്റെ മക്കളുമാരെ എൻ്റെ ചാനൽ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്തോ സബ്സ്ക്രിപ്ഷൻ എന്തുവാടി എന്ന് പറയുന്നത്. അതൊന്ന് ചെയ്യണം. ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെന്തോന്നാ എൻ്റെ ബെല്ലുണ്ടല്ലേ, ആ ബെല്ലും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ നിങ്ങളല്ലേ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചേച്ചി അടുത്ത ഒരു വ്ളോഗുമായിട്ട് വരുന്നിടം വരെ ബൈ ടാറ്റാ. പോവല്ലേ മക്കളെ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തോ മറന്നു. ഹീ സൈനിങ് ഓഫ് സതി. അപ്പം എല്ലാവർക്കും എൻ്റെ വ്ളോഗിൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ കാണണം. ഞാൻ തൊഴിലുറപ്പിന് പോകുന്നെങ്കിൽ എൻ്റെ ചാനലൊക്കെ നിങ്ങളൊന്ന് കാണണേ. അപ്പം ബൈ ടാറ്റാ.